നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. നമ്മൾ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി.ഡി. സതീശൻ്റെ ഒരു പ്രസ്താവന, വരുന്ന 2026 അസംബ്ലി ഇലക്ഷനിൽ UDF-ന് ഭൂരിപക്ഷം കിട്ടി ഭരിക്കാൻ സൗകര്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുമെന്ന്. എത്ര നല്ല ഒരു പ്രസ്താവനയാണ്. അതിന് അനുമോദിച്ചുകൊണ്ട് കുഞ്ഞാക്കയുടെ തങ്ങളും കോഴിക്കോട് കൊണ്ടുപോയി മലപ്പുറത്ത് കൊണ്ടുപോയി സതീശന് വാക്കും കൊടുത്തു. സതീശ് ഒരു കാരണവശാലും അങ്ങനെ വനവാസി വിടൂല എന്ന് ഗ്യാരണ്ടിയും കൊടുത്തു. ഇവിടെ പൊന്ന് കാക്കന്മാരെ, സതീശന്മാരെ, ലാസ്റ്റ് ചാൻസാണിത്. 2026 ഇലക്ഷൻ UDF-നെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ലാസ്റ്റ് ചാൻസ്. ആ ലാസ്റ്റ് ചാൻസ് വിജയിക്കാൻ പോയാൽ നിങ്ങൾ ഈ തല്ലിക്കൊന്നിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നാട് വിട്ടു പോയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ബ്രഹ്മചര്യം അടിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ സന്യാസിയായിട്ട് കാര്യമുണ്ടോ? അപ്പോഴൊക്കെ സ്റ്റേറ്റ് അല്ലെങ്കിൽ 88% പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള ക്ഷീണവും കേരളത്തിൻ്റെ ഭരണ ബുദ്ധിമുട്ടൊക്കെ ആര് സമാനം കൊടുക്കും? ഇത് പരീക്ഷ കിട്ടിയ സമയമല്ല. നിങ്ങളിപ്പോൾ അതൊക്കെ പരീക്ഷ, ഓൺലി എക്സ്പെരിമെൻറ്റ്, പരീക്ഷണമാണ്. സതീശൻ പരീക്ഷിതല്ല, പറ്റിയ സമയമല്ല ഇവിടെ. ഇത് കറക്റ്റാണ് നമുക്ക് വേണ്ടത്, 100% ഷുവറാണ് വേണ്ടത്. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ലീഗിൻ്റെ കഴിവുകേട് കൊണ്ടൊക്കെ ഭരണം ഇത്തവണ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിൽ ഇഷ്ടംപോലെ കോടികളുണ്ട്, ലീഗിൻ്റെ നേതാക്കളിൽ കോടികളുണ്ട്. പക്ഷേ സാധാരണക്കാർക്കും അവർ ആശ്രയിച്ച് കഴിഞ്ഞ കുറേ ആൾക്കാരുണ്ട്, അവരുടെ കഷ്ടമാണ്. എന്തെങ്കിലും ആത്മാർത്ഥ കേരളത്തിലെ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP-യും പറയുന്നില്ല, അവരൊക്കെ ഒരു ഘട്ടത്തില്ല. UDF സംബന്ധിച്ച് ഈ പ്രസ്ഥാനം വളർത്താൻ വേണ്ടി എങ്ങനെയെങ്കിലും കുറുക്ക് വഴിയിൽ അധികാരം കിട്ടണമെന്നല്ലാതെ ഏതെങ്കിലും ഒരു ആഗ്രഹം ഈ നേതാക്കൾക്കുണ്ടോ? അവർ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോൾ CP ജോൺ ഉൾപ്പെടെ എടുത്താലും കുഞ്ഞാക്കാട് എടുത്താലും ഭരണം എങ്ങനെ പിടിച്ചെടുക്കാം എന്നുള്ള എളുപ്പ വഴി നോക്കുന്നതല്ലാതെ അതിൻ്റെ പ്രായോഗിക വശങ്ങളോ അതിൻ്റെ താത്വിക വശങ്ങളോ എല്ലാം പറയുന്നുണ്ടോ? എങ്ങനെയെങ്കിലും ഭരണം കിട്ടണം, 71 സീറ്റ് കിട്ടി ഭരിച്ച് ആസ്വദിക്കണം, അറുമാദിക്കണം. അതല്ല രാഷ്ട്രീയം. അങ്ങനെ പരീക്ഷ പറ്റിയ സമയമല്ല. ഇപ്പോൾ 2 ടേം നിങ്ങൾ പരീക്ഷ നടത്തി. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയെ അടുത്ത ഇലക്ഷനിൽ എന്തായിരുന്നു ഉമ്മൻചാണ്ടി ഭരണത്തിൽ കുഴപ്പമായിരുന്നത്? UDF-ൽ എന്തായിരുന്നു ഭരണം മോശം? ഇബ്രാഹിമിൻ്റെ ഭരണം എന്തായിരുന്നു മോശം? എങ്ങനെ ഭരണം പോയി? കുഞ്ഞാക്കായി മനസ്സിലാക്കുന്നുണ്ടോ? ഈ സതീശൻ മനസ്സിലാക്കുന്നുണ്ടോ? സതീശൻ ഇപ്പോൾ എന്താ, ഇന്നോവക്കാർ, പേറ്റുകാർ, പ്രതിപക്ഷ നേതാവ്, എവിടെ ചെന്നാലും സ്വീകരണം, ഒരു മന്ത്രിയുടെ എല്ലാ പദവിയുണ്ട് പ്രതിപക്ഷ നേതാവിന്. ഐബി ഈഡൻ MLA MP ഐബി ഈഡൻ, അദ്ദേഹം വെള്ളപ്പള്ളി ഇത്രയും നികൃഷ്ടമായ ഒരു ന്യൂനപക്ഷ വിഭാഗത്തോട് മോശമായിട്ട് പറഞ്ഞ വെള്ളപ്പള്ളിയുടെ സ്റ്റേജിൽ കയറുന്ന അദ്ദേഹത്തിന് ഓശാന പടി ഐബി ഈഡൻ ചെയ്യും. ഞാൻ ബഹുമാനത്തോട് പറയാണ്, ഞാൻ നിങ്ങൾ KPC പ്രസിഡന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കാൻ പറഞ്ഞ ആളാണ്. ഇപ്പോഴും ആശയം പോയിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, രമേശ് ചെന്നിത്തല ഒരു കാര്യം മനസ്സിലാക്കണം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ കാര്യം മനസ്സിലാക്കേണ്ടത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് മുസ്ലിം വിരോധം ഉണ്ടായാലും കുഴപ്പം പേടിക്കാനില്ല. അവിടെ ആദ്യം മുസ്ലിം വോട്ട് കിട്ടും, ജയിക്കും. സംഘപരിവാറിൻ്റെ സപ്പോർട്ടും കിട്ടും വ്യക്തികളായിട്ട്. രമേശിന് കിട്ടും, സതീശന് കിട്ടും, ഐബി ഈഡന് കിട്ടും, ഈ SNDP-യുടെയൊക്കെ. അതുകൊണ്ട് നിങ്ങൾ 3-4 പേര് ജയിച്ചാൽ മതിയോ? 71 പേര് ജയിക്കണ്ടേ? എവിടെ വോട്ട് ബാങ്ക് എടുക്കുന്നത്? എനിക്കിപ്പോൾ ഐബി ഈഡനോട് പറയാണ്, ഐബിയുടെ എവിടെ വോട്ട് ബാങ്ക് എടുക്കുന്നത് കേരളത്തിൽ? ഞാൻ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയിലെഴുതു. ഇక വെള്ളാപ്പള്ളി ഇത്രയും നീചമായ ഒരു പ്രസ്താവന നടത്തിയിട്ട്, അതും വെള്ളാപ്പള്ളിയുടെ ഈഴ വിഭാഗത്തിൽ 5% വോട്ട് പോലും വെള്ളാപ്പള്ളിയുടെ പക്ഷത്തില്ല. ഓൺലി ലെസ് ദാൻ 5% കപ്പാസിറ്റിയാണുള്ളത്, അനുഭാവികളുള്ളത് ഈഴ വിഭാഗത്തിൽ. ബാക്കിയെല്ലാം LDF-ഉണ്ട്. അത് ശരിയാണ്. വെള്ളാപ്പള്ളി കൂടിയല്ല. വെള്ളാപ്പള്ളി പറഞ്ഞ ആൾ ജയിക്കാൻ പോകുന്നില്ല, തോൽപ്പിക്കുക പറഞ്ഞ ആൾ ജയിക്കുകയും ചെയ്യും. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ആ സമയത്ത് ശ്രീമാൻ ബാബുവിനെ ഇനി പതിനക്കാരില്ല, എല്ലാം എഴുതി തീർന്ന്. ഇനി ഒരു പ്രതീക്ഷ, സീറ്റില്ല, ഒന്നുമില്ല, ജയിക്കില്ല, ഒന്നുമില്ല. അങ്ങനെ കുറേ കോടികളുണ്ടാക്കി അങ്ങ് സുഖമായിട്ട് കഴിക്കാം. ഐബിയുടെ നിങ്ങൾ ചെറുപ്പമല്ലേ, നിങ്ങൾ നാളെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ്, അല്ലെങ്കിൽ KPC പ്രസിഡന്റ് സാധ്യതയുള്ള ആളാണ്.
ആഭ്യന്തരമന്ത്രിയാക്കാൻ സാധ്യമല്ല. നിങ്ങൾ അടിയൊഴുക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്കിപ്പോൾ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ മുസ്ലിങ്ങളുടെ സപ്പോർട്ടിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ജയിച്ചു പോരാം, കഷ്ടി ജയിക്കാം, മുസ്ലിം എതിർത്താൽ പോലും. ആ ഒരു അഹങ്കാരമില്ല, ആ ഒരു പിന്നെ ഒരു ബലമുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ബാക്കി 19 മണ്ഡലത്തിൽ ജയിക്കണ്ടേ? അത് മനസ്സിലാക്കാതെ പോയത്. ഇത്രയും നീചമായ ഒരു സമുദായത്തെ ഇത്രയും ആക്ഷേപിച്ച്, അത് നിങ്ങളുടെ ദൈവങ്ങളാണ് മുസ്ലിം ലീഗുകാർ. കുഞ്ഞാലിക്കുട്ടി തങ്ങളൊക്കെ IB-യുടെയും CP ചോട്ടിൻ്റെയും മറ്റേ സതീശൻ്റെ ഒക്കെ ദൈവങ്ങളാണ്, ആൾ ദൈവങ്ങളാണ്. ആ ദൈവങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചാണ് വെള്ളാപ്പള്ളി നീചമായി പ്രവൃത്തി പറഞ്ഞത്. അതൊന്നും കണക്കാക്കാതെ IB-യുടെ പോയി അദ്ദേഹം ഓശാന പാടിയില്ലേ? മന്ത്രി വാസുവിന് ഓശാന പാടാം. കാരണം 70-80% അനുഭാവികളും LDF-ന്റെ കൂടെയാണ്. അത് വെള്ളപ്പയുടെ കൂടെയല്ല, LDF-ന്റെ കൂടെയുണ്ട്. അത് ഒരു പക്ഷേ ഇത്ര 90% കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഒരു ചാൻസ് മുഖ്യ സ്ഥാനം CPM കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യും. അതും അവർക്ക് വാസ്തവന് പറയാം. പക്ഷെ IB-യിൽ എന്താണോ നിങ്ങൾ വാ പൊളിച്ചു പോയത്? നിങ്ങൾ അടിയൊഴുക്ക് മനസ്സിലാക്കിയോ? നിങ്ങൾ എറണാകുളം പാർലമെന്റ് മാത്രം ജയിച്ചാൽ മതിയോ? അതാണ് പറഞ്ഞത്. കോൺഗ്രസ്സുകാരായ ഈ നേതാക്കൾക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും ഒരു ചുക്കും അറിയില്ല. ചുക്കറികളിൽ വായിക്കണം. ഞങ്ങളെ ഗ്രൂപ്പൊക്കെ കഴിഞ്ഞ 60-70 വർഷക്കാലം ചിന്തയും പഠനവും വായനയും പ്രസവമൊക്കെയായിരുന്നു. സമ്പാദിക്കാൻ നോക്കി, ലോകത്ത് മനസ്സിലാക്കി, രാഷ്ട്രീയം മനസ്സിലാക്കി, ഇന്ത്യയുടെ കൾച്ചർ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു ഞാൻ മീനല്ല, ഞാനൊരു പുഴു. ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുമ്പോഴേ നിങ്ങൾക്ക് ഈ IB പോലും മനസ്സിലായിട്ടില്ല. എന്താണ് ഞാൻ വ്യക്തിപരമായിട്ട് IB പറയാൻ കേൾക്കൂലോടെ എന്താ പറയുക? 543 പാർലമെന്റ് സീറ്റുള്ള, അല്ലെങ്കിൽ 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ ലോക നേതാക്കൾ എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ മുസ്ലിം ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് ജയിച്ച് അർമാദിച്ചപ്പോഴേ അതിലെ രാഷ്ട്രീയ വീഴ്ച എന്താണ്, രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്, സാഹചര്യം മനസ്സിലാക്കാൻ കോൺഗ്രസ് ആർക്കെങ്കിലും മനസ്സിലായോ? നാളെ ഞാൻ ബസ് വെച്ച് കണ്ട സംസാരിച്ച് ഒരാൾ പറഞ്ഞു അതിനെന്താ എവിടെയും വന്ന് മത്സരിച്ച് പാർലമെന്റിൽ എത്തിയാൽ മതി. ഓക്കെ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സഞ്ജീവ് ഗാന്ധിയോ അല്ല പിന്നെ പ്രിയങ്ക ഗാന്ധിയോ പ്രിയങ്ക മകനോ ആരും ആകട്ടെ വന്ന് ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയാൽ മതി. ഓക്കെ, ഓരല്ലോ 278 സീറ്റ് വേണ്ടേ? അവിടെയാണ് നിങ്ങൾ കരിക്കാട്ടി കളഞ്ഞത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി കോൺഗ്രസും ഒന്നുമല്ലാന്ന് മനസ്സിലാക്കിക്കളഞ്ഞത്. രേഖ അമ്പലം കൊടുക്കല്ലേ, ഇന്ത്യൻ പാർലമെന്റിൽ കിടക്കാണ് രേഖ. അതാണ് കഴിഞ്ഞ മുമ്പിലത്തെ പാർലമെന്റിൽ 100ഓളം സീറ്റ് കോൺഗ്രസ് പോയത് ഒറ്റ കാരണം കൊണ്ടാണ്. വടക്കേ ഇന്ത്യയിൽ BJP സംഘപരിവാറും വ്യക്തി നമ്മൾ വീട് വീടാന്തരല്ല, വ്യക്തി ടു വ്യക്തിയിലേക്ക് അവരെ നടത്തി. കൊച്ചു പാകിസ്ഥാൻ വരുന്നു, കത്തോലിക്കൻ വരുന്നു, പിന്നെ മുസ്ലിങ്ങൾ വരുന്നു. ചാണകവും ഗോമൂത്രം കുടിക്കുന്നവർക്ക് ഇതൊക്കെ പോരെ, അങ്ങനെ വോട്ട് മറിച്ച് ചെയ്ത് പിന്നെ അട്ടിമറി ചെയ്ത വേറെ കാര്യം. ഇത് മനസ്സിലാക്കാൻ സാധിച്ചോ? എന്നാ നിങ്ങൾ ചെയ്ത്? അവിടെ കൊടിയും ആദ്യത്തേതാണ്, രണ്ടാമതൊന്നല്ല, ആദ്യത്തെ അത് മുസ്ലിം ലീഗിൻ്റെ കൊടിയും തൊപ്പിയും വാടിയും അലങ്കാരമൊക്കെ ആയിട്ട് ദേ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. വടക്കേ ഇന്ത്യക്കാർക്ക് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ലീഗിന് അറിയുള്ളൂ, അല്ല കോഴിക്കോട് ലീഗ് ഉണ്ടെന്ന് അവർക്കറിയില്ല. എത്ര പേർക്കറിയത്? വടക്കേ ഇന്ത്യയിൽ രാഷ്ട്രീയക്കാരത്തെ പറയും മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ട്, ഈ കൊച്ചു കേരളത്തിലില്ലാതെ. അവർ താഴെ കൊച്ചു പാകിസ്ഥാൻ തന്നെയാണ്. അപ്പോൾ സമ്മതിക്കുമോ? അല്ലേ? അങ്ങനെയാണ് പെട്ടെന്ന് വോട്ട് മാറ്റി 100ഓളം സീറ്റുകൾ പോയത്. ഇത്തവണ കുറച്ച് കുറഞ്ഞ്, അതിന് വ്യത്യാസം കാണാനുമുണ്ട്. 50 സീറ്റ് കൂടുതൽ കിട്ടിയില്ലോ, അതിന് മറ്റു പല കാരണങ്ങളുണ്ടല്ലോ. ഇതെന്താ IB മോനെ? ഞാൻ മോനെ വിളിക്കുക, IB മോനെ മനസ്സിലാക്കാത്തത്. IBക്ക് എറണാകുളത്ത് തിരിച്ചാൽ എറണാകുളത്ത് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്താലും IB ഒരു പരിചയം അടുത്ത പ്രാവശ്യം ഇലക്ഷൻ ചിലപ്പോൾ എറണാകുളത്ത് ജയിക്കും. കാരണം ആ സിറ്റപ്പൻ്റെ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയാണ്. അതുപോലെ ബാക്കി 10 മണ്ഡലം വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ രമേശ് ഹരിപ്പാട് മത്സരിക്കും, ജയിക്കും. അല്ലെങ്കിൽ തിരുവനന്തപുരം കോട്ടയം ജയിക്കും. അവർക്ക് അത് അപ്പോൾ അവിടെ ബാക്കി 140 ഒന്നും പോയാൽ 71 സീറ്റ് വരെ 70 സീറ്റ് വരെ ജയിക്കണ്ടേ? ട്രിവാൻഡ്രത്ത് ഇപ്പോൾ നായർ വിഭാഗം 90% സംഘപരിവാർ അനുഭാവികളും ഇപ്പോൾ BJP ആയിട്ടാണ് പോകുന്നത്. ബാക്കി ഉണ്ടെങ്കിൽ തക്കാപ്പിച്ചുണ്ട് അല്ല കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മാത്രമേ ഉള്ളൂ. 90% അവിടെ അനുഭാവികളായി.
ഈ പാലോട് രവിയുടെയൊക്കെ ചിത്രം വരുന്നത് അങ്ങനെ ഒരു രീതിയിലാണ്. ഇന്നിപ്പോൾ ഒരു സിനിമാ നടിയിൽ സനാതനത്തൊക്കെ ഇത് പറഞ്ഞ ഒരു പേര് ഒരു സിനിമാടി അത്ര ഫേമസ് അല്ല എങ്കിലും തുറന്നു പറയാം. അത് എന്ന് മോഡിക്ക് വാദിക്കണം. മോദി 10 ലക്ഷം ഉടുപ്പ് മാത്രമല്ല, മോഡി ചങ്കുകുറ്റാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ സുന്ദരനാണ്, മമ്മൂട്ടിയേക്കാൾ സുന്ദരനാണ്, ഒരു പുകഴ്ത്ത്. അതിൻ്റെ അർത്ഥം നാളെ വരാൻ പോകുന്ന അവരൊക്കെ BJP പോകണം. ഇതൊക്കെ അറിയാൽ എന്തിനാണ് കാള വാല് വെക്കുന്നത് അറിയാൻ പറ്റുമല്ലോ. പശു വാല് വയ്ക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല, രണ്ടിനാകാം. കാള വാല് വയ്ക്കാൻ കപ്പിയുടെ മാത്രം. അതുപോലെ ഇതൊക്കെ വാല് വെക്കാൻ നമുക്ക് അറിയാം. എന്താണ് പാലോട് രവിയുടെ ഇപ്പോൾ ആ ശശി തരൂരിൻ്റെ പിന്നെ മറ്റുള്ളവരൊക്കെ അവരുടെ BJP പോകാനല്ലേ, പോയിക്കോ, അതൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ അവകാശം, അങ്ങനെ പോട്ടെ. ഇപ്പം ഇവിടെ കാണുന്ന വലിയൊരു അപകടം ഞാൻ പറഞ്ഞത്, ഇത്രയും നീചമായ രീതിയിൽ ജനങ്ങളെയും ഈഴവരും പറ്റിച്ച് ജീവിക്കുന്ന ഒരു അബ്കാരി മുതലാളി സർക്കാരും ജനങ്ങളെ പറ്റിക്കുന്നത്. ഏത് സംസ്ഥാന ഗവൺമെൻറ് പറ്റിക്കും? 4% പലിശക്ക് വാങ്ങിച്ചിട്ട് 12-12% പലിശക്ക് മറിച്ചു കൊടുത്ത് കോടികൾ സമ്പാദിച്ച് അത് അടക്കുന്നില്ല. ഇപ്പോൾ ജപ്തിയിൽ കിടക്കാണ് പല സ്ഥാപനങ്ങളും. അങ്ങനെ ചെയ്ത ഒരു അബ്കാരി മുതലാളിക്ക് വേണ്ടി ആ സ്റ്റേജിൽ പോയി IB ഈഡൻ പോയി പുകഴ്ത്തി പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പാടുന്നത്. ചെറുതിൽ കാരണം പറഞ്ഞ് മാറാൻ പാടില്ലേ? അല്ല, അവിടെ 10 വോട്ട് ഈവനെ കിട്ടണം വേണ്ടി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ഡലം നിങ്ങൾ നോട്ടുള്ളൂ, കുഞ്ഞാക്കയുടെ മണ്ഡലം നോട്ടുള്ളൂ, അല്ല ലീഗിൻ്റെ കാര്യം നോട്ടുള്ളൂ. അവിടെ അല്ലത്, അല്ലാതെ ഉണ്ട് കുറേ കാര്യങ്ങൾ. നിങ്ങൾ ലീഗിൻ്റെ സപ്പോർട്ട് കേട്ടുകൊണ്ട് ലീഗും തങ്ങളും പറഞ്ഞല്ലോ ഞങ്ങൾ നമ്മുടെ സതീശനെന്ന് അങ്ങനെ വീടൊന്നുമില്ല എന്ന് പറഞ്ഞ് ചിരിച്ച് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് സന്തോഷം നമുക്ക് വീടില്ല. എന്നിട്ട് എന്നോട് കഴിഞ്ഞ 2 പ്രാവശ്യം കെട്ടിപ്പിടിച്ചില്ല. എന്നിട്ട് എന്ത് പറ്റിയ സതീശ ഭരണം കിട്ടാതെ പോയത്? അന്നുമില്ല ഈ തങ്ങളും ലീഗൊക്കെ. ഞാൻ തങ്ങളും ലീഗൊന്നും എനിക്ക് എതിർപ്പില്ല, പക്ഷെ അവർ ചെയ്ത മണ്ടത്തരം ആ മുസ്ലിമിൻ്റെ പേര് മാറ്റാത്തതുകൊണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട് മുതൽ കാസർഗോഡ് ഒരു 65 മണ്ഡലമുണ്ട്. അത് ഏതാണ്ട് 50% മുസ്ലിങ്ങളുടെ മണ്ഡലങ്ങളാണ്. അവിടെ എന്ത് ഈ UDFന് 65 സീറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. അല്ല 5-6 ആകെ ജയിച്ച്. കോഴിക്കോട് ഒറ്റ സീറ്റില്ല, മറ്റു പല സ്ഥലത്തും ഇല്ല. ഈ 65 സീറ്റിൽ 5 സീറ്റിൽ ബാക്കി 60 സീറ്റ് തോറ്റുപോയത് അവിടെ മുസ്ലിം ഇല്ലാത്തതുകൊണ്ടാണോ? മുസ്ലിങ്ങളുണ്ട്, പക്ഷെ ലീഗുകാരില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങൾ സതീശൻ വെറുതെ തുണിപ്പൊക്കട്ട, ഒരു രക്ഷയില്ല. അപകടമാണ്. വോട്ട് കിടക്കുന്ന എവിടെ നോക്കുന്നത് പിന്നെ സതീശനോടും രമേശിനോടും നമ്മുടെ ഇപ്പം IBയോടും. ഞാൻ IBയുടെ പേരെടുത്ത് അങ്ങനെ പറയാറില്ല, എനിക്ക് സങ്കടം വന്നു. കാരണം ഇത്രയും നീജൻ്റെ സ്റ്റേജിൽ പോയി പുകഴ്ത്തി പലപോടിയല്ലോ. നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്തിനാണ് ഈ മനുഷ്യന് ഈ നശിച്ച കോൺഗ്രസിന് വേണ്ടി നമ്മൾ വാദിക്കുന്നത്? കോൺഗ്രസിൻ്റെ തന്നെയല്ലേ 20% വോട്ട്, 30 കോടി വോട്ട്, N ബ്ലോക്ക് 99.9% വോട്ട് ചെയ്തിരിക്കുന്ന ആർക്കാണ്? കോൺഗ്രസിനാണ്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ. എന്നിട്ട് എന്തെങ്കിലും പരിഗണന അതുന്നില്ല, പല പ്രാവശ്യം പറയുന്നില്ല. IBയോട് എനിക്ക് യാതൊരു ഉറപ്പില്ല. നല്ല മിടുക്കനെ പയ്യ. കാരണം ജോർജേട്ടൻ്റെ വളരെ സുഹൃത്ത്, ജോർജേട്ടൻ മകനാണ്, ഒരു ജെന്റിൽമാനാണ്. അതുപോലെ ഞാൻ കുഞ്ഞാക്കനെ കുറിച്ച് പറയട്ടോ, പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയ നേതാവ് നിലയിൽ കുഞ്ഞാക്ക ജെന്റിൽമാനാണ്. ഒരാൾ ഇത്രയും ഈ 70-75 വർഷത്തിനുള്ളിൽ ഒരു 15 വയസ്സായിട്ട് രാഷ്ട്രം വന്നാണ്. ഇപ്പോൾ അതൊരു 60 വർഷത്തിനിടയിൽ ഒരാളെ പോലും മോശമായിട്ട് ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസത്തോടെ പറയാം. അത്ര പെർഫെക്റ്റ് വെൽ ഡ്രസ്ഡ് ജെന്റിൽമാനാണ് നേതാവ് നിലയിൽ, നേതാവിൻ്റെ പ്രവർത്തന നിലയിൽ. പക്ഷേ രാഷ്ട്രീയ നിലയിൽ പോരാ, അങ്ങനെ പോരാ, ചിന്ത വരുന്നില്ല. രാഷ്ട്രീയ നിലയിൽ അത് ആ മുസ്ലിമിന് പേര് മാറ്റിയിട്ട് ഒരു ദേശീയ കാഴ്ചപ്പാട് വേണം, വലിയ അപകടമാണ്. അതുപോലെ ഒരു ജെന്റിൽമാനാണ് നമ്മുടെ നേതാവ് IB ഈഡനും. IB ഈഡനും വ്യക്തിയോട് എനിക്ക് യാതൊരു എതിർപ്പില്ല, ജാതി മതം ഒന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ ഇന്ന് ഈ വെള്ളാപ്പള്ളി യോഗത്തിൽ പോയി വെള്ളാപ്പള്ളിക്ക് അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കാം. എന്തൊക്കെ അവർ ആൾക്കാർ 90% ആൾക്കാർ അവിടെ കിടക്കണം. അവർ 10 ആളിൽ പുറത്തുമായിരിക്കും വേണ്ടി കൊടുത്തേ തീരൂ. മുസ്ലിങ്ങളായിട്ട് കൊടുക്കുന്നില്ല എന്നറിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുസ്ലിങ്ങൾ നിരീശ്വരവാദിയെ കുറേ കാക്കാമർ വോട്ട് ചെയ്യുന്നല്ലാതെ വേറെ മുസ്ലിങ്ങൾ ചെയ്യില്ല. കാരണം അത്ര കണ്ട് വ്യത്യസ്തം വന്നുപോയി. പക്ഷെ IB ഇടണം. അപ്പോൾ IBൻ്റെ പോലെ എന്തൊക്കെയുണ്ട് അവിടെ വരുമ്പോൾ അവിടെയാണ് മൗനം വിദ്വാനും ഭൂഷണം. അവിടെ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ ആ പരിപാടി പോകാതിരിക്കേണ്ടത്. ചെന്ന് കഴിഞ്ഞാൽ മോശം പറയാൻ പറ്റില്ല, അത് തന്തയില്ലായ്മയാണ്. ഒരു യോഗത്തിൽ വിളിച്ചത് അവിടെ ചെന്ന് തന്തയില്ല. അങ്ങനെ തന്തയില്ലായ്മ പറഞ്ഞ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. തന്തയില്ലായ്മ അതുപോലെ തന്തയില്ലായ്മ എന്നല്ല, അന്തസ്സുള്ളതാണ്.
CH മോഹൻ സാഹിബ് ഇത് NSS വിളിച്ച് ട്രിവാൻഡ്രത്ത് പുത്തിക്കണ്ട മൈതാലി യോത്തി പോയി. ആ സംവത്സര കാര്യത്തിലല്ലോ NSS ആദരവ് എതിരാന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പറഞ്ഞതാ. അത് അന്തസ്സുള്ള ഒരു വ്യക്തിത്വമുള്ളവൻ. ആ ഘട്ടത്തിൽ പിന്നെ IB ഒക്കെ വരികയാണെങ്കിൽ എത്ര നാൾ പിടിക്കും? കാരണം എന്നിട്ട് അവരെന്ത് അറിയുമോ, അങ്ങോട്ട് വണ്ടി വിട്ട് കൊണ്ടുപോയി തിരിച്ച് വണ്ടി കൊടുത്തില്ല. പിന്നെ പുള്ളി ടാക്സി വിളിച്ചാൽ പോകുന്നത്. ഇതാണ് അങ്ങനെ വ്യക്തിത്വമുള്ളവരുണ്ട്. ഇപ്പം ഞാൻ മൊയ്തീൻ ഷാ മുഖം നോക്കാതെ ഒരു സ്റ്റേയിൽ വിളിച്ചാൽ നമ്മൾ ആത്മത്തോടെന്ന് പറയും. ഒരു സംശയക്കാര്യത്തില്ല, ഒരു കാര്യത്തില്ല. അപ്പോൾ IB അത് ശ്രദ്ധിക്കണം. IB മാത്രമല്ല കോൺഗ്രസ് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ CP ജോണിൻ്റെയൊക്കെ എന്താ ഉദ്ദേശം അറിയോ? ഒരു തെറ്റില്ല, നല്ല മനുഷ്യ, എങ്ങനെയെങ്കിലും സോപ്പിട്ട് ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ഒന്ന് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് തെറ്റാൻ ഞാൻ ഒരിക്കലും പറയില്ല. അതിൽ കവിഞ്ഞ ഒരു രാഷ്ട്രീയ ഒരു പിന്നെ പ്രവർത്തനമൊന്നുമില്ല. സംഘപരിവാറിൻ്റെ കാര്യത്തിൽ വിമർശനം വരുന്ന ഒന്നും പറയുന്നില്ല. പേര് പോലും ഉച്ചയ്ക്ക് സംഘപരിവാറിനൊന്നും ഒക്കെ സോപ്പിട്ടാരും. അതുപോലെ നമ്മുടെ എറണാകുളം DC പ്രസിഡന്റ് CP ജോൺ ക്രിസ്ത്യാനിക്കാം, CP ജോൺ മറ്റേ DC പ്രസിഡന്റ് RSD സംഘത്തിൽ ഉണ്ടുള്ളത് മാത്രമല്ല ഉള്ളൂണ് ചില കാര്യം അനുബന്ധക്കാണ്. ജയശങ്കറിനെ സപ്പോർട്ട് ചെയ്യുന്നർത്ഥം RS അനുഭാവിതായെന്നാണ്. ജയശങ്കർ പക്ക RSകാരനാണ്. അതൊക്കെ ഇലക്ഷൻ ഒരു അപ്പോൾ ആലുവയിലോ കർമ്മപക്ഷി നിൽക്കാണെ അറിയാമല്ലോ പുള്ളി. ആ പുസ്തകമൊക്കെ അന്ന് ഷാജഹാന് വേണ്ടി ഷാജസ് കളിക്ക് വേണ്ടി അൻവറിനെ എതിർത്ത് സംസാരിച്ച കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ അറിയപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് പുള്ളി DC പ്രസിഡന്റ് ഒരു ഇഷ്ടക്കുറവില്ല. സാധാരണ പ്രവർത്തിക്കുന്ന ഒരു ആത്മാർത്ഥമുള്ള രാഷ്ട്രീയക്കാരനാണ്. അതിലൊന്നും പരാതിയില്ല. പക്ഷെ അടിയൊഴുക്ക് മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് പാർശ്വഫലം നോക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം IB അവിടെ ചെന്ന് വെള്ളപ്പള്ളി പറഞ്ഞ് 100% തെറ്റായിപ്പോയില്ലേ? ഏതായാലും 10-20% മുസ്ലിങ്ങൾ ഉണ്ട് എറണാകുളം മണ്ഡല പാർലമെൻറ്റ് മണ്ഡലത്തിൽ. 10-24% എൻ്റെ കണക്ക്. അതിൽ 90% വോട്ട് ചെയ്യുന്ന കോൺഗ്രസ് വേണം, അല്ലെങ്കിൽ IB ജോർജ് ഗണ്ണൊക്കെയാണ്. അതൊക്കെ കാണാതെ പോയില്ലേ IB? നിങ്ങൾ ചെറുപ്പമല്ലേ, നിങ്ങൾ ഇനി ഭാവി കിടക്കല്ലേ? ആയുസ്സും ആരോഗ്യവും ദൈവം തന്നാൽ എത്ര ഭാവി കിടപ്പുണ്ട്. 40-50 വയസ്സ് തൊട്ട് 30 വർഷം മിനിമം, 30 വർഷം കൂടി 3 പതിറ്റാണ്ടും കൂടി രാഷ്ട്രീയത്തിൽ ഉള്ളങ്ങളുടെ ജിമ്മാള് ആരോഗ്യമൊക്കെ ഉണ്ട്. അത് നിങ്ങൾ അടിയൊഴുക്ക് നോക്കണ്ടേ? അവള് കുഞ്ഞാക്ക് ധൈര്യമായിട്ട് പറഞ്ഞത് തങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങൾ ഒരിക്കലും ഈ സതീശനെ വിടൂല എന്ന്. എന്തെന്തിനോ കഴിഞ്ഞ 2 ടേമിൽ എന്ത് പറ്റി കുഞ്ഞാക്ക? തങ്ങൾ എന്തു പറ്റി? സതീഷ് എന്തു പറ്റി? പറയുന്നു. ഇനി നമുക്ക് വോട്ട് എവിടെ കിടക്കുന്ന നോക്കാം. അവിടെയാണ് സതീശൻ രമേശും ഈ IB-യുടെയൊക്കെ മനസ്സിലാക്കേണ്ടത്. ഞാൻ IB-യോട് തീർത്തു എറണാകുളം മണ്ഡലം ഞങ്ങൾ MP കൂടിയാണ്. IB-യുടെ ഉൾപ്പെടെ സതീശൻ ഉൾപ്പെടെ CP ജോൺ ഉൾപ്പെടെ എല്ലാ UDF നേതാക്കൾക്കും വേണ്ടി പറയാണ് എവിടെയാണ് വോട്ട് കിടക്കുന്നത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ ചർച്ച എൻ്റെ പ്രസംഗം കഴിയുമ്പോഴും ഇങ്ങനെ ഓരോരോ സംശയം ചോദിക്കുകയാണ്. ആ വോട്ട് കിടക്കുന്നത് എവിടെയാണെന്ന് IB-യുടെ മനസ്സിലാക്കണം, CP ജോൺ മനസ്സിലാക്കണം, CP ജോണിൻ്റെ പാർട്ടി ജില്ലാ സെക്രട്ടറി പിന്നെ രാജേഷ് മനസ്സിലാക്കണം. പിന്നെ ആര് മനസ്സിലാക്കണം? അങ്ങനെ ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ, അതായത് ആകെ വോട്ടുള്ളിൽ 23%. വീണ്ടും ആവർത്തിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. ആവർത്തനം വിരസി ഉണ്ടാക്കുക, അപ്പോൾ പുതുമ കണ്ടുപിടിക്കുക. അത് മനഃശാസ്ത്രമാണ്. അവിടെ നമ്മൾ പുതുമയിലെ പോകുന്നു. എങ്കിലും പറയാണ് ആകെ 23% വോട്ടാണ് ഈഴവനുള്ളത് കേരളത്തിൽ. നമ്മളിപ്പോൾ കേരളത്തിൽക്കാർ ഇപ്പോൾ പറയുന്നുള്ളൂ, വടക്കൻ പറഞ്ഞില്ല. ആ 23% വോട്ടിൽ കഴിഞ്ഞ ഇലക്ഷൻ വരെ 80% വോട്ട് LDF എതിരാണ്. അതിൽ 1-2 മണ്ഡലത്തിൽ കുറച്ച് വോട്ട് 1-2 BJP സ്ഥാനത്തിൽ പോയിട്ടുണ്ട്. അത് പറ്റ പല കാര്യങ്ങളാണ്. ഇപ്പം മൂന്നാമത് കൂടി UDF LDF അധികാരത്തിൽ വരേണ്ടി 90% ഈഴവരും LDF വോട്ട് ചെയ്യും. ബാക്കി എത്രയുണ്ട്? ആ ബാക്കിയുള്ള കണക്കാണ് പറഞ്ഞത്. കണക്കാണ്, അരിത്തമെറ്റിക്കാണ്, മാത്സാണ്. 100 ഈഴവന് വോട്ട് ചെയ്യുമ്പോൾ 1 ഈഴവൻ്റെ വോട്ടാണ് UDFന് കിട്ടാണ്. ഈ 26 ഇലക്ഷനിൽ 5 ഇലക്ഷൻ നമ്മൾ വിട്ടുകളഞ്ഞ അത് വേറെ കാര്യമാണ്. 100 ഈഴവന് വോട്ട് ചെയ്യുമ്പോൾ 1 ഈഴവൻ്റെ വോട്ടാണ് UDFന് കിട്ടുന്നത്. ഇത് നായർ വിഭാഗം. ഇപ്പോൾ നായർ വിഭാഗത്തിൽ പരമാവധി ഈ കോൺഗ്രസ്സിൽ നിൽക്കുന്നവർ 2 ടേം കഴിഞ്ഞാൽ 3 ടേം കഴിഞ്ഞാൽ കിട്ടൂല എന്ന് കണ്ടോടി ഇപ്പോൾ പരമാവധി കാരണന്മാരൊക്കെ BJPയിലേക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിലേക്ക് പോകും. കമ്മ്യൂണിസ്റ്റ് കിട്ടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസ് BJP
LDF നേതാക്കളെടുത്തും അവരുടെ മുന്നണിയോടും പറയുന്നല്ലോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 പോയിന്റ്. ഒന്ന്, 2 പ്രാവശ്യത്തിൽ കൂടുതൽ ജയിച്ച് മത്സരിച്ച് ജയിച്ച ഒരാൾക്കും അവസരം കൊടുക്കരുത്. ഇപ്പോൾ CPM പോലെയൊക്കെ വരുന്നവർക്ക് ഒരു ചാൻസ് കൊടുക്കുക, അത് വേറെ കാര്യം. 2 പ്രാവശ്യത്തിൽ കൂടുതൽ മത്സരിച്ച ജയിച്ച ഒരാൾക്ക് 3ാമത് ചാൻസ് കൊടുക്കരുത്. കർശനമായിട്ട് പറഞ്ഞു. മറ്റൊന്ന്, ജനസംഖ്യക്ക് ആനുപാതികമായിട്ട്, ജനസംഖ്യ എത്രയോ അതിന് ആനുപാതികമായിട്ട് സ്ഥാനാർത്ഥി നിശ്ചയിക്കണം. തുല്യനീതി, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യനീതി, അത് ചെയ്യണം. അപ്പോൾ അത് കിട്ടില്ല, മനസ്സിലായി. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ സ്വാധീനിച്ചോ അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചോ 50 ലക്ഷമൊക്കെ വാങ്ങിച്ച് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്ന അറിവ്. 50 ലക്ഷമൊക്കെ ഒരു അസംബ്ലി സീറ്റിലേക്ക് 50 ലക്ഷം കൊടുത്തിട്ടുണ്ട്. 50 ലക്ഷം 1 കോടിയൊക്കെ കൊടുത്ത് സ്ഥാനാർത്ഥിത്തിന് കഴിച്ചിട്ടുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങൊക്കെ നിങ്ങൾ പൈസ വാങ്ങിച്ച് സ്ഥാനം നിശ്ചയിച്ചോ. പക്ഷെ ഒരു പോയിന്റ് ഇതാണ്, 2 പ്രാവശ്യത്തിനുള്ളിൽ മത്സരിച്ച് ജയിച്ചവർക്ക് പിന്നെ ചാൻസ് കൊടുക്കരുത്. മറ്റൊന്ന് ജനസംഖ്യക്ക് ആനുപാതികം കിട്ടും. ഇതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പാലോട് രവി ഇപ്പം അങ്ങനെ BJP പോയ സ്ഥാനാർത്ഥി കിട്ടണം, അവിടെ കണ്ട് സ്ഥാനാർത്ഥിയാകുന്നുണ്ട് BJP വരുന്നത്. പിന്നെ മറ്റത് നമ്മുടെ കോട്ടയത്തെ ഒരു CPM ആൾ പോകില്ല, അത് പുള്ളി ഇപ്പോൾ കോൺഗ്രസ്സാണ്. പിന്നെ ഐഷ പോയിട്ടൊക്കെ 10-75 വയസ്സൊന്നുമാണ്. പല MLA ആയതാണ്. അവർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ സീറ്റുകൾ ഉറപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് മാറ്റി കോൺഗ്രസ് വന്നിട്ട് ഏതോ സീറ്റ് കൊടുക്കാൻ പോണ്. നെറിയിട്ട് പണി കാണിച്ചാണ്ടല്ലോ. ജീവൻ പോയാലും ശരി, ഞാനെൻ്റെ ഒരു ഗ്രൂപ്പ് മാത്രമല്ല, 1,10,00,000 വോട്ടർമാർ പുറത്തുണ്ട്. അതിൽ മുസ്ലിമാണ് ഭൂരിപക്ഷം, മറ്റൊരു ജാതിക്കാരെല്ലാം ഉണ്ട്. അവർക്കൊരു പോളിസി ഉണ്ട്. അവരുടെ പോളിസി ഇതാണ്, ഞങ്ങൾക്ക് ഒരു പ്രത്യേക താല്പര്യം രാഷ്ട്രീയത്തില്ല, നീതി വേണമെന്നുള്ളൂ, അവസരം കൊടുക്കണം. ഈ 20, 30, 40, 50 വർഷം പാടുപെട്ടിട്ട് ഒരു പഞ്ചായത്ത് പോകുമ്പോഴും ആകാത്ത 10,000-കണക്കിന് പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിയിൽ, ലീഗിൽ ഞാൻ പറയുന്നത് ലീഗ് കുറേ ഉണ്ട്, അവർക്ക് അവസരം കിട്ടണം. അത് ഞങ്ങൾ സമ്മതിക്കില്ല. അത് സതീശനായും കൊള്ളാം, ഏത് വലിയ ആളായും കൊള്ളാം, ഏത് കുഞ്ഞാക്കായാലും കൊള്ളാം. നിങ്ങളെല്ലാം നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അതിലൊന്നും സംശയമില്ല. പക്ഷേ അവസരം എല്ലാവർക്കും കൊടുക്കണം, തുല്യ നീതി വേണം. എത്ര പ്രാവശ്യം ജയിച്ചെന്നാണ് ഇപ്പോൾ ഈ കോട്ടയത്ത് CPM വാങ്ങാൻ പോകുന്നത്. ഇനി ആൾക്ക് മത്സരിക്കാൻ ആഗ്രഹം. അതുപോലെ RSP പിള്ളേരാൻ പോകുന്നവർക്ക്, RSPയിലെ വിജയേന്ദ്രൻ MP ആയിട്ട് വളരെ പ്രാവശ്യം പോയി, ഇപ്പോഴും MP ആണ്. എന്നിട്ടിപ്പോൾ അവസാനം ലോക്കൽ രാഷ്ട്രീയത്തിൽ വന്ന് മന്ത്രിയാകാൻ ആഗ്രഹം. ഒരു പാർട്ടിക്ക് ഒരു മന്ത്രി കിട്ടുമല്ലോ. അപ്പോൾ ഷിബു ബേബിയും സമ്മതിക്കില്ല. അപ്പോൾ അവരും തർക്കമായിട്ടുണ്ട്. ഇപ്പോൾ അത് പിള്ളേരാണത്. എല്ലാ സ്വാർത്ഥ താല്പര്യവും, വ്യക്തി താല്പര്യവും. പാർലമെൻറ്റ് മത്സരിച്ച് സീറ്റ് വാങ്ങിച്ച് ജയിച്ച് കോടിക്കണക്കിന് രൂപ പാർട്ടിയുടെ സർക്കാരും ചിലവാക്കി ഡൽഹി പോയാൽ 20 പേരിൽ ഒരാൾ സുരേഷ് ഗോപി, ഒരാൾ നമ്മുടെ രാധാകൃഷ്ണൻ, ബാക്കി 18 പേർക്കും താല്പര്യം ഇതാണ്, കേരളത്തിൽ വന്ന് അസംബ്ലി നിൽക്കണം, MLA ആണ്, കഴിയുമെങ്കിൽ മന്ത്രി കാണും. അപ്പോൾ ആഗ്രഹം നോക്കി. അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗത്തിന് മാത്രം മതിയോ? പണ്ട് EMS പറഞ്ഞല്ലേ, ഇടത്തേക്ക് ഇറക്കി എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഇത് അവസരം കിട്ടണ്ടേ? അതിലൊക്കെ CPM സമ്മതിക്കണ്ടേ, പിണറായി സർക്കാർ സമ്മതിക്കണ്ടേ? കഴിഞ്ഞ 2 പ്രാവശ്യം മത്സരിച്ച് ജയിച്ചവർക്കൊന്നും പിന്നീട് സീറ്റ് കൊടുത്തിട്ടില്ല. പോരായി കണ്ടില്ലെന്നല്ല, പല കഴിവുള്ള ആൾക്കാരും മാറേണ്ടി വന്ന്. പക്ഷെ അങ്ങനെ വേണമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് AICC മണ്ടൻ AICC തീരുമാനമായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച 19 പേരും അവർ തന്നെ മത്സരിക്കട്ടെ. അതിന് പാവം ഷാനിമോളും അത് കൊടുത്തില്ല. അത് ജയിച്ചില്ലേ, തോറ്റോണ്ടല്ലേ. 19 സീറ്റിൽ ജയിച്ചു, 19 സീറ്റിൽ ജയിച്ചു പോയില്ലേ. അല്ല, ഷാനിമോളിൽ മത്സരം കൊടുത്തില്ല. ആ 10 പേര് ഒരു മാറ്റം വന്നില്ല. മാറ്റം വന്നത് നമ്മുടെ ഷാഫിയെ കൊണ്ട് ഇട്ടത്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കോൺഗ്രസ് അവിടെ ഡൽഹിയിൽ നിന്ന് പറയും, പണ്ട് ഈ മുസ്ലിം ലീഗിന് ഒരു പരിപാടിയുണ്ട്, ഒരു പച്ച മഷിയിൽ പ്രിന്റ് ചെയ്തിട്ട് പള്ളികളിലേക്ക് നോട്ടിച്ചേക്കും, ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, അത് വായിക്കും. ആ കലമൊക്കെ പോയി ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ബാക്ക് ഫയൽ വെട്ടെന്ന് പറയും. ഒരു ഫയൽ ഒപ്പിടാൻ കാലത്ത് ആ MD ചോദിക്കും, ഇതിന് മുമ്പുള്ള ഫയൽ വരട്ടെ,
അതിൻ്റെ ബാക്ക് ഫയൽ ചോദിക്കും, അത് ഫയൽ അതുപോലെയാണ്. അതൊന്നും ഇപ്പോൾ തങ്ങളുടെ പച്ചമഷി വന്നാലും തീരുമാനിക്കില്ല, ബഹുമാനിക്കും, തങ്ങളൊന്നും എതിർക്കൊന്നുമില്ല, അംഗീകരിക്കും, മാന്യമായാണ് അംഗീകരിക്കും, പക്ഷേ അന്ധമായിട്ട് വിശ്വസിക്കില്ല. അതുപോലെ ഡൽഹിയിൽ നിന്നുള്ള ഓർഡർ എന്താണ്? 20 നിൽക്കട്ടെ, ഇപ്പോഴും പറയുന്നത് പഴയ ആൾക്കാർ നിൽക്കട്ടെ, സുരേഷ് ഗോപിയിൽ മുരളി നിൽക്കട്ടെ, കെ മുരളീധരൻ, വേറെ ആരും ഇല്ലേ? മുരളീധരൻ വേറെ അപകടം കാണിക്കുന്നുണ്ട്. അത് ഞാൻ സതീശോട് പ്രത്യേകം പറയാണ്, 50 സീറ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ നിയമിക്കണം. 50 സീറ്റിൽ, അതിൽ ലീഗിന് ഇപ്പോൾ 20 സീറ്റ് കൊടുക്കുക, ഇനി കുറക്കാൻ പറഞ്ഞ് നടക്കില്ല, കുറച്ചല്ലേ, ബാക്കി ഒരു സീറ്റ് കൂടുതൽ കൊടുക്കുന്നത്, ബാക്കി 30 പേര് മുസ്ലിം സ്ഥാനാർത്ഥികൾ വയ്ക്കാൻ പരമാവധി ജയിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു സീറ്റ് ഗുരുവായൂരാണ്. ഗുരുവായൂർ മുരളിക്ക് വേണമെന്ന് ആഗ്രഹം, മുരളി ഇപ്പോൾ ലീഗിനൊക്കെ സോപ്പിട്ടിട്ടുണ്ട്. എനിക്ക് CPJ പറഞ്ഞ് മലപ്പുറം ജില്ലയിൽ സീറ്റ് വേണം. ജോസ് പിന്നെ നമ്മുടെ മാണിയുടെ മകൻ ജോസിന് ഏതെങ്കിലും മുസ്ലിം താല്പര്യമുള്ള ചായവുള്ള സീറ്റ് വേണം ജയിപ്പിച്ചെടുക്കാൻ. ഇത് മുസ്ലിം ലീഗ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഗ്രാജുവേറ്റ് ഉണ്ട്, എല്ലാം ജയിപ്പിക്കാമെന്ന്. ഇപ്പോൾ ഇതാണ് നിലമ്പൂർ വന്നപ്പോൾ 60% മുസ്ലിങ്ങൾ വാർഡാണ്. അവിടെ ജോയിക്ക് കൊടുക്കാൻ പറഞ്ഞു. അത് അൻവറിൻ്റെ എളുപ്പത്തിന് വേണ്ടി മെച്ചപ്പാടി പറയാം, മണ്ടനായിട്ടല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമോ? ജോയി സ്ഥാനാർത്ഥിയാന്ന് അയാൾക്ക് പറയാൻ അവകാശം. ഇപ്പം കണ്ടില്ലേ ആണ്ടി പോയ അണ്ണാനെ പോലെ. കാരണം ഞങ്ങളിപ്പോൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ വീരം പറഞ്ഞെങ്കിലും വേറെ ഫോർമുല തയ്യാറാക്കി അത് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ മണ്ടത്ത് കാണിക്കുന്നത് പറഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. അദ്ദേഹം നേതാവാക്കും. ഈ സംബന്ധിച്ച് UDF വിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ നിർത്തി കളിച്ച് നേതാവാക്കാനും സംശയമൊന്നുമില്ല. അപ്പം അങ്ങനെ കാര്യങ്ങൾ, ഇത് നീതി വേണ്ടേ? പറയുന്നു കാര്യങ്ങൾ. എനിക്ക് ഒരു ഗ്രൂപ്പിന് മാത്രം പഴയ രാജവാഴ്ച പോലെ എന്തോ പ്രിവിപ്പേഴ്സ് അല്ലെങ്കിൽ പ്രിവിലേജാണ്. പിന്നെ എന്താണ് രമേശ് ചെന്നിത്തല മറ്റേതാണെന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങോട്ട്. പക്ഷെ 50 വർഷമായിട്ട് മാറാതെ നിൽക്കുന്ന ഈ തെമ്മാടി രാഷ്ട്രീയക്കാരെ ഏത് പാർട്ടിയിലും ഏത് ജാതിയായാലും അവരൊക്കെ മുഖത്ത് ചാണ് നൽകിയ സമയം കഴിഞ്ഞ്, ദേഹത്തല്ല മുഖത്ത്. നിങ്ങൾക്ക് പ്രത്യേക അവകാശമുണ്ടോ? നിങ്ങൾ പ്രത്യേക ജന്മാവകാശം വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ കുടുംബസ്വത്തിൽ പങ്കെടുത്താണോ? ഇത് പൊളിറ്റിക്സല്ലേ, പബ്ലിക്കല്ലേ? അതിനൊക്കെ ഒരു മാറ്റം വരുത്താതെ സതീശാലും കൊള്ള രമേശ് ശാലും കൊള്ള അപ്പോൾ ചോദിക്കും മൊയ്തീൻ നീ ആരടാ, നീ ഇവിടെ പുല്ലേ, നിങ്ങൾ ചിലൊക്കെ ആൾക്ക് പറയാം, പറഞ്ഞൊരു കുഴപ്പമില്ല, ഞാൻ പുല്ല് തന്നെയാണ്. പക്ഷേ ഈ ആഴ്ചയോട് യോജിക്കുന്ന 1,10,00,000 വോട്ടർമാരുണ്ട്. അവർക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. അതിൽ നല്ല ശതമാനം മുസ്ലിങ്ങളാണ്, പക്ഷേ അല്ലാത്തവരും ഉണ്ട്. അവർ പറഞ്ഞ അവരുടെ അഭിപ്രായം നമ്മൾ പറയുന്നത്, എൻ്റെ അഭിപ്രായമൊന്നുമല്ല. അവർ പറയുന്നത് ഇതാണ് നീതി എന്നുള്ള. ഇത്രയും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.